ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് താറാമുട്ട കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എത്രയെണ്ണം നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിനകത്ത്, ഒരു ടിന്നിനകത്ത് കുറച്ച് ഉഴുന്നിട്ടു. അതിന് ശേഷം മുട്ട ഓരോ പേപ്പറിനകത്തായിട്ട് പൊതിഞ്ഞാണ് വെച്ചത്. അപ്പോൾ കുറച്ച് മുട്ട, ഒരു 4-5 മുട്ട വെച്ചതിന് ശേഷം വീണ്ടും ഉഴുന്നിട്ട് കൊടുത്തു. അങ്ങനെ ആ കുപ്പി ടൈറ്റ് ആവുന്നിടം വരെ നമ്മൾ ഉഴുന്നിട്ടിട്ട് മുട്ട ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പം ഞാൻ കൊണ്ടുവന്ന് പൊട്ടിച്ച് ഇതെല്ലാം തുറന്ന് നോക്കുകയാണ്, എത്ര എണ്ണം നമുക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. ഇത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കുപ്പി സെൻട്രൽ പാർട്ടിൽ വെച്ചിട്ട് 4 സൈഡിലായിട്ട് തുണികൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നല്ല ടൈറ്റാക്കി വേണം നമ്മുടെ ഈ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ കാർട്ടൂൺ ബോക്സ് ആണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അല്ല, നമ്മൾ ട്രോളിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂവ് ആകാത്ത രീതിയിൽ വേണം ഇത് സെൻട്രലിൽ വെച്ചുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്യാൻ. ഞാൻ 2 ടിന്നിലായിട്ടാണ് താറാമുട്ട കൊണ്ടുവന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ കാടമുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാടമുട്ട കൊണ്ടുവന്ന ടിന്നിനകത്ത് ഞാൻ പൊടിയരിയാണ് ഇട്ട് വെച്ചത്. അതും ഇതേപോലെ തന്നെ ഓരോ പേപ്പറിനകത്തായിട്ട് പൊതിഞ്ഞാണ് വെച്ചത്. അപ്പോൾ കുറേ കാടമുട്ട നമുക്ക് കൊണ്ടുവരാൻ പറ്റി. കാരണം അത് ചെറുതായതുകൊണ്ട് കുറേ ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ പറ്റും. ഒറ്റൊരു ടിന്നിൽ തന്നെ നമുക്ക് ഏകദേശം 10-30 മുട്ട ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. എളുപ്പത്തിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ തട്ടിയിട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് തുറന്നെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ടിന്നിനകത്ത് ഗ്യാപ്പ് ഉണ്ടാവാനേ പാടില്ല. നമ്മൾ അരി ഇടുക, പിന്നെ അതിന് ശേഷം മുട്ട പൊതിഞ്ഞ് വെക്കുക, വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് അരി ഇട്ട് കൊടുക്കുക. അരിയല്ല, ഉഴുന്ന് അല്ലെങ്കിൽ പയറ്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കാടമുട്ടയും ഞാനെല്ലാം തുറന്നെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഒന്നുപോലും പൊട്ടിയിട്ടില്ല. താറാമുട്ടയും കാടമുട്ടയും പൊട്ടാതെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മുട്ട വെക്കുന്ന ബോക്സിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഫ്രജയിൽ നിന്നുള്ള സ്റ്റിക്കർ ഒട്ടിപ്പിക്കേണ്ടതാണ്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അവർ കെയർ ചെയ്ത് നമ്മുടെ കാർട്ടൂൺസൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇതുപോലെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ പൊട്ടാതെ തന്നെ കിട്ടുന്നതാണ് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് താറാമുട്ട കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എത്രയെണ്ണം നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിനകത്ത്, ഒരു ടിന്നിനകത്ത് കുറച്ച് ഉഴുന്നിട്ടു. അതിന് ശേഷം മുട്ട ഓരോ പേപ്പറിനകത്തായിട്ട് പൊതിഞ്ഞാണ് വെച്ചത്. അപ്പോൾ കുറച്ച് മുട്ട, ഒരു 4-5 മുട്ട വെച്ചതിന് ശേഷം വീണ്ടും ഉഴുന്നിട്ട് കൊടുത്തു. അങ്ങനെ ആ